ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ഗ്ലാംഗൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനും ആൻസറാണ്. അത് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എല്ലാതും ഡിസ്കസ് ചെയ്യുന്നില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓൾഡ് മാൻസ് റോൾ ഇൻ ദ സ്റ്റോറി? ഹൗ ഡസ് ഹിസ് പ്രസൻസ് എഫക്റ്റ് പെലായോസ് ഫാമിലി? ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഓൾഡ് മാൻ്റെ ഈ ഒരു സ്റ്റോറിയിലെ റോൾ എന്താണെന്നുള്ളത് അത് നോക്കാം. ദ ഓൾഡ് മാൻ റെപ്രസെൻറ്റ്സ് മിസ്റ്ററി ആൻഡ് ദ അൺനൗൺ. ഹി ചലഞ്ചസ് പീപ്പിൾസ് ബിലീഫ്സ് ആൻഡ് ബിഹേവിയർ. ഹിസ് റോൾ ഷോസ് ഹൗ പീപ്പിൾ ഓഫൺ ഫിയർ ഓർ എക്സ്പ്ലോയിറ്റ് വാട്ട് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ഒരു ദുരൂഹതയൊക്കെ ഉള്ള ഒരാളാണ്. നൈബേഴ്സൊക്കെ ഏഞ്ചലാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആളുകളുടെ വിശ്വാസത്തെയും പെരുമാറ്റത്തെയും എന്താണ് ചലഞ്ച് ചെയ്യണം അവിടെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മനുഷ്യനെ പൊതുവെ ചൂഷണം ചെയ്യുന്നതും പേടിക്കുന്നതുമായിട്ടുള്ളൊരു സ്വഭാവമുണ്ടെന്നും പറയാമെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ തന്നെയുള്ള ക്വസ്റ്റ്യനാണ്, പെലായുടെ ഫാമിലിയെ എത്രമാത്രം എന്ത് ചെയ്താണ് ഈ ഒരു ഓൾഡ് മാൻ്റെ പ്രസൻസ് എത്രമാത്രം എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. At first, Peleus' family is scared of the old man. They later use him to earn money and become wealthy. Even though he helps them, they never treat him with real care. ഓൾഡ് മാനെ കണ്ട് ഭയപ്പെട്ടെങ്കിലും പിന്നീട് എന്താണ് പണമുണ്ടാക്കുകയും സമ്പന്നരായി മാറുകയുമാണ് ചെയ്തത്. ഓൾഡ് മാൻ പെലായോ ഫാമിലിയെ സഹായിച്ചുവെങ്കിലും അവരെന്താണ് ഒരിക്കലും ഓൾഡ് മാൻ്റെ യഥാർത്ഥ കെയർ കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What elements of the story do you consider magical and why? സ്റ്റോറിയിൽ മാജിക്കൽ കൺസിഡർ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ദ ഓൾഡ് മാൻസ് എനോർമസ് വിങ്സ് ആർ മാജിക്കൽ ബിക്കോസ് ദേ ഡോണ്ട് ബിലോങ് ടു എ നോർമൽ ഹ്യൂമൻ. ദ വുമൺ ഹൂ ടേൺഡ് ഇൻ ടു എ സ്പൈഡർ ഈസ് ഓൾസോ എ മാജിക്കൽ ആൻഡ് സ്ട്രേഞ്ച് ഇവൻറ്റ്. സാധാരണ മനുഷ്യരിൽ ഇങ്ങനെ ചിറക് കാണാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ അതൊരു മാജിക്കൽ എലമെൻ്റാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ ചിലന്തിയായി മാറിയ കാര്യവും മാജിക്കൽ എലമെൻ്റ് തന്നെയാണെന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിലെ 3 ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ഫസ്റ്റ് ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. ദ ഓൾഡ് മാൻ ഈസ് old and frail. He has enormous wings, half-plucked feathers and looks dirty. He is mysterious and supernatural. He is quiet and patient, representing the weak and the honorable. He also represents faith and spirituality. ഓൾഡ് മാനെ കുറിച്ച് ഇനിയും പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് പെലായുടെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. Pelayo is a practical and self-interested man. He is fearful and fussed, but later sees the old man as a way to earn money. He shows little compassion and represents how people often choose material gain over kindness or deeper understanding. പെലായോ സെൽഫിഷ് ആൻഡ് പ്രാക്ടിക്കലാണ്. അതുപോലെ തന്നെ ആദ്യം ഭയമായിരുന്നു, പിന്നെ ഓൾഡ് മാനെ വെച്ച് പണം ഉണ്ടാക്കാൻ തുടങ്ങി. കരുണ കാണിക്കാതെ സ്വന്തം ലാഭത്തിന് വേണ്ടി നിലനിൽക്കുന്നതാണ് ക്യാരക്ടർ സ്കെച്ചിൽ പെലായുടെ ക്യാരക്ടർ സ്കെച്ചിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക. ഇനി നെക്സ്റ്റ് എലിസാൻഡയുടെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. എലിസാൻഡ ഈസ് എ പ്രാക്ടിക്കൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് വുമൺ. ഷീ സീസ് ദ ഓൾഡ് മാൻ ആസ് a way to make money and shows little compassion for him. She is more focused on comfort and wealth, the understanding the old man's true nature. In the end, she feels relieved when he leaves, showing her lack of emotional connection or faith. എലിസാൻഡയും പ്രാക്ടിക്കൽ ആയിരുന്നു, സ്വന്തം ലാഭത്തിനാണ് ശ്രമിച്ചത്. എലിസാൻഡ ഓൾഡ് മാനെ പണം ഉണ്ടാക്കാനുള്ള മാർഗമായാണ് കണ്ടത്. ഒരു കരുണയും കാണിക്കാൻ തയ്യാറായില്ല. ഓൾഡ് മാൻ ആരാണെന്ന് അറിയുന്നതിനേക്കാളും ഇൻട്രസ്റ്റ് പണം ഉണ്ടാക്കാനായിരുന്നു. ഓൾഡ് മാൻ പോയപ്പോൾ ആശ്വാസമായെന്നും ഇമോഷണൽ കണക്ഷൻ ഒന്നുമില്ല എന്നും മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ന്യൂസ് റിപ്പോർട്ടാണ്. The editor of the newspaper sends a reporter to investigation and report the incident, prepare the likely news report. നമുക്ക് ന്യൂസ് റിപ്പോർട്ട് നോക്കാം. Elderly winged man suffers mistreatment in village by staff reporter. Name of newspaper, place, date. ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്കിനി തുടങ്ങാം. A strange and
heartbreaking incident has come to light from a quiet coastal village. An old man with enormous wings was found in a muddy yard, tired and helpless. Instead of helping him, villagers locked him inside a chicken coop and treated him like an object of entertainment. People from nearby places came to see him, not out of kindness but to stare and laugh. They threw things at him, poked him with stickers, and disturbed his peace. The man, too weak to resist, stayed quiet through all the suffering. One concerned individual wrote a letter to our newspaper, expressing deep sadness about how a weak old man was treated with no respect or care. The letter reminded us that true humanity lies in how we treat the most helpless among us. In response to the letter, our team visited the village to observe the situation. What we found was disturbing. This case raises an important question: have we lost our sense? ഒരു വില്ലേജിൽ മോശമായ രീതിയിൽ പ്രായമായ മനുഷ്യൻ എന്തെയാണ് പെരുമാറ്റങ്ങൾ ഏറ്റുവാങ്ങുകയാണ് എന്നതാണ് മെയിൻ ആയിട്ടുള്ള ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. കടലിനടുത്തുള്ള വില്ലേജിൽ നിന്നും ഹൃദയഭേദകമായ സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത്. വലിയ ചിറകുള്ള പ്രായമായ മനുഷ്യൻ ചെളിയിൽ പുതഞ്ഞ് വളരെ ടയേർഡായിട്ടാണ് കാണപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സഹായിക്കാതെ അവിടുത്തെ കോഴിക്കൂട്ടിൽ പിടിച്ചിടുകയാണ് ചെയ്തത്. വിനോദത്തിനുള്ള ഒരു വസ്തുവായിട്ടാണ് ഉപയോഗിക്കുന്നത്. ദൂരെ നിന്ന് വരെ ആളുകൾ എത്തി കളിയാക്കാനും നോക്കി നിൽക്കാനും. അയാളെ മനസമാധാനത്തോടെ വിടാതെ ഡിസ്റ്റർബ് ചെയ്യാൻ എന്നിട്ടും ഒന്നും മിണ്ടാതെ എല്ലാം സഹിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഇത് കണ്ടിട്ട് ഞങ്ങളുടെ ന്യൂസ് പേപ്പറിലേക്ക് ഒരാൾ സഹിക്കാനാവാതെ ലെറ്റർ അയക്കുകയാണ് ഉണ്ടായത്. ഇതിൽ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി: മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്ന്. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഒരാളെങ്കിലും പ്രതികരിച്ചുവല്ലോ എന്ന് ഞങ്ങൾക്ക് സമാധാനമുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ ടീം വില്ലേജിൽ എത്തുകയും എല്ലാം പഠിക്കുകയും ചെയ്തു. ആളുകളുടെ മനസ്സിനെ എത്രമാത്രം ഒരു ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പഠിച്ചു. ഒരു കേസ് വലിയ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഈ ഒരു കേസ് വലിയൊരു ചോദ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. ആളുകളോടുള്ള കരുണ, ദയ എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായും നശിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. With the arrival of the very old man with enormous wings, Pelayo's life changes. He notes his concerns in this diary. Write the likely diary entry. പെലായോ എഴുതുന്ന ഒരു ഡയറിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേറ്റ് കൊടുക്കാം, ഡേ കൊടുക്കാം, ടൈം വേണമെങ്കിൽ ഓപ്ഷനല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഡയറി നോക്കാം. വാട്ട് എ സ്ട്രേഞ്ച് ഡേ. I found an old man with wings laying in the yard. He looked weak, wet from the rain, and stuck in the mud. At first I was afraid, Elisanda, and I thought he might be an angel or something else. We didn't know what to do, so we put him in the chicken coop. Now people are coming from everywhere to see him. They pay to look at him like he's a show. We need the money but feel bad. He looks tired, and I don't think he understands what's happening. I just want our son to get better. I want peace in our home again. But with this old man here, everything feels different. I don't know if this is a miracle or a mistake. എത്ര വിചിത്രമായ ഒരു ദിവസം. എൻ്റെ പറമ്പിൽ നിന്ന് പ്രായമായ ഒരു മനുഷ്യനെ കണ്ടെത്തി. വളരെ ക്ഷീണിതനായിരുന്നു അദ്ദേഹം. മഴയത്ത് നനഞ്ഞ് ചെളിയിൽ പുതഞ്ഞാണ് കിടക്കുന്നത്. ആദ്യം വളരെ പേടി തോന്നി. പിന്നീട് അയാൾ ഏഞ്ചലാണെന്നും തോന്നി. പിന്നെ വേറെ എന്തൊക്കെയാണെന്നോ അതും തോന്നി. അതുകൊണ്ട് അയാളെ കോഴിക്കൂട്ടിൽ പൂട്ടിയിട്ടു. ഇപ്പോൾ അയാളെ കാണാനായിട്ട് എല്ലായിടത്തു നിന്നും ആളുകൾ വരുന്നുണ്ട്. ഇയാളെ ഷോക്ക് വെച്ച പോലെ എല്ലാവരും ഞങ്ങൾക്ക് പണം തരാനും തുടങ്ങി. ഞങ്ങൾക്ക് പണം വേണം. അയാൾ വളരെ ക്ഷീണിതനാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അയാൾക്ക്. എനിക്ക് എൻ്റെ കുട്ടിയുടെ അസുഖം മാറി സുഖം പ്രാപിക്കണം. വീട്ടിൽ വീണ്ടും സമാധാനം വേണം.
പക്ഷേ ഓൾഡ് മാൻ ഉള്ളത് കൊണ്ട് കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഇതൊരു അത്ഭുതമാണോ അതൊരു തെറ്റാണോ എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഡയറിയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വളരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്ക് വളരെ ചുരുക്കിയാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.